മനുഷ്യർ ദൈവങ്ങളാകുന്ന മഹാത്ഭുതമായ കൊടുങ്ങല്ലൂർ ഭരണിക്ക് 2025 സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ഈ വർഷത്തെ ഭരണിക്ക് കുംഭമാസത്തിലെ ഭരണി നാളിൽ കൊടിയേറ്റോടുകൂടി തുടക്കമായി. മീനമാസത്തിലെ അശ്വതി നാളിൽ കാവുതീണ്ടലോടെ പാരമ്യത്തിലെത്തുന്ന ഉത്സവം പിറ്റേന്ന് ഭരണി നാളിൽ സമാപിക്കും. ഇന്ത്യയിലെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത വിശേഷ രംഗങ്ങളാണ് ഭരണിക്കാലത്ത് കൊടുങ്ങല്ലൂരിൽ കാണുക. കൊടുങ്ങല്ലൂർ ഭരണിയെ സംബന്ധിച്ചിടത്തോളം ആരും കാഴ്ചക്കാരല്ല, എല്ലാവരും പങ്കാളികളാണ്. ഭരണിപ്പാട്ടും കാവുതീണ്ടലുമൊക്കെയായി വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഈ പ്രതിഭാസം 34 ദിവസം നീണ്ടു നിൽക്കുന്ന അനുഭവങ്ങളുടെ ഉത്സവമാണ്. കോഴിക്കല്ല് മൂടുന്ന നേരം മുതൽ അശ്വതി നാളിൽ കാവു തീണ്ടുവോളം കൊടുങ്ങല്ലൂരിൽ ഭരണിപ്പാട്ടുണ്ടാവും. പാലക്കാവേലൻ കാവു തീണ്ടാനിറങ്ങിയാലുടൻ പിന്നാലെ വടക്കേനടയിൽ നിന്നും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വെളിച്ചപ്പാടുകൾ കാവു തീണ്ടാൻ തുടങ്ങും. 3 തവണ ഇവർ അമ്പലത്തിന് ചുറ്റും ഓടി വലം വയ്ക്കും. ഓടുന്നതിനിടയിൽ ഇവർ അമ്പലത്തിന്റെ ചെമ്പു പലകകളിൽ അടിച്ചു ശബ്ദമുണ്ടാക്കും. കാളിദാരിക യുദ്ധത്തിൽ ദേവിയുടെ പടയാളികളായി എത്തിയ കാളികൂളികളുടെ പ്രതീകമാണ് കാവു തീണ്ടാനെത്തുന്ന കോമരങ്ങൾ എന്നാണ് വിശ്വാസം. യുദ്ധം കഴിഞ്ഞ് തൃച്ചന്ദന ചാർത്തോടെ ദേവി വിശ്രമത്തിനൊരുങ്ങുമ്പോൾ കാവു തീണ്ടി യുദ്ധം അവസാനിപ്പിച്ച് കോമരങ്ങളും മടങ്ങുന്നു.